പ്രകൃതിക്ക് ഒരു മുന്നറിയിപ്പ് തരുന്ന സ്വഭാവമുണ്ട്. നല്ല അടിപൊളി കളറുകളിലുള്ള ചില കൂണുകളും അതുപോലെ തന്നെ തവളകളും ഒക്കെ ഉഗ്ര വിഷമുള്ള സംഭവങ്ങളായിരിക്കും. ദക്ഷിണ അമേരിക്കൻ മഴക്കാടുകളിൽ കണ്ടുവരുന്ന വിഷമുള്ള ഒരു തവളയാണ് ത്രീ സ്ട്രൈപ്ഡ് പോയിസൺ ഡാർട്ട് ഫ്രോഗ്, അമീരേഗ ട്രിവിറ്റാറ്റ. അതാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. സൗത്ത് അമേരിക്കൻ ഗോത്രവർഗ്ഗക്കാർ ഈ തവളനെ പിടിച്ച് ഇതിന്റെ വിഷം എടുത്ത് അവരുടെ ബ്ലോഡാറ്റിൽ പുരട്ടി അതുപയോഗിച്ച് മൃഗങ്ങളെ വേട്ടയാടാറുണ്ട്. ബ്ലോഡാറ്റിനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഊത്തുള്ളി എന്ന് പറയും. ഇനി എന്തിനാണ് ഇതൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെ കാലത്തിന് ശേഷമാണ് മാസ്റ്റർ ഓഫ് ജി സി സീരീസിൽ ഒരു ഫ്രോഗ്മാൻ വന്നിരിക്കുന്നത്. ഒരു യഥാർത്ഥ ഡൈവേഴ്സ് 200 മീറ്റർ വാട്ടർ റെസിസ്റ്റൻസ് ഉള്ള വാച്ച്. ഇതൊരു ISO സർട്ടിഫൈഡ് ഡൈവേഴ്സ് വാച്ച് ആണ്. വിഖ്യാതമായ ഡൈവിംഗ് ഫ്രോഗിന്റെ ലോഗോ കേസ് ബാക്കിൽ കാണാം. അത് തന്നെ ലൈറ്റ് കത്തുമ്പോൾ LCD സ്ക്രീനിലും കാണാം. നേരത്തെ പറഞ്ഞ പോലത്തെ ത്രീ സ്ട്രൈപ്പ് പോയിസൺ ഡാർട്ട് ഫ്രോഗിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ വാച്ചിന്റെ തീം ചെയ്തിരിക്കുന്നത്. ഫ്രോഗിന്റെ മേലുള്ള ആ ഫ്ലൂറസന്റ് ഗ്രീൻ കളറുള്ള സ്ട്രൈപ്സ് ഇതിലും ഉണ്ട്. ഫ്രോഗിന്റെ സ്കിന്നിന്റെ ടെക്സ്ചർ കിട്ടാനായിട്ട് ബെസലും ബാൻഡും എല്ലാം സ്പ്രേ കോട്ടിംഗ് ചെയ്തിരിക്കുകയാണ്. തൊട്ട് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇതിന്റെ കേസ് അല്പം ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങിയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഭൂരിഭാഗം പേരും ലെഫ്റ്റ് ഹാൻഡിലാണല്ലോ വാച്ച് ഉപയോഗിക്കുക. ഡൈവിംഗ് ഗിയറിന് മേലെ ഇത് ഉപയോഗിക്കുമ്പോൾ ഉള്ള തടസ്സം ഒഴിവാക്കാനാണ് കുറച്ച് ലെഫ്റ്റിലേക്ക് തള്ളിയത് വെച്ചിരിക്കുന്നത്. ഇതൊരു 50 മില്ലിമീറ്റർ ടഫ് സോളർ വാച്ചാണ്. ടൈറ്റാനിയം ബയോറസിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫുൾ ഓട്ടോ LED ലൈറ്റ് ഫീച്ചർ ഉണ്ട്. റിസ്റ്റ് ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് കത്തും. ഡൈവിംഗ് ടൈമിൽ അത് ഉപയോഗിക്കും. അത് മാത്രമല്ല ഇതൊരു സൂപ്പർ ഇലുമിനേറ്റഡ് ടൈപ്പ് വാച്ചാണ് കേട്ടോ. മിനറൽ ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്ക്രൂ ലോക്ക് ബാക്ക് ആണ്. മോഡ് ബട്ടണും അഡ്ജസ്റ്റ് ബട്ടണും ആക്സിഡന്റലി നമ്മുടെ കൈ തട്ടി പ്രസ് ആകാത്ത തരത്തിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. 84 ഗ്രാമാണ് ഇതിന്റെ ഭാരം. ഡൈവ് വാച്ച് ആയതുകൊണ്ട് തന്നെ ഡൈവ് ടൈം ആൻഡ് സർഫസ് ഇന്റർവൽ മെഷർമെന്റ് ഫംഗ്ഷൻ ഉണ്ട്. മൂൺ ഡാറ്റയും ടൈഡ് ഗ്രാഫും ഉണ്ട്. 48 സിറ്റീസ് കവർ ചെയ്യുന്ന വേൾഡ് ടൈം, സ്റ്റോപ്പ് വാച്ച്, കൗണ്ട് ഡൗൺ ടൈമർ, ഓട്ടോ കലണ്ടർ, 5 അലാംസ്, അവർലി ടൈം സിഗ്നൽ, പവർ സേവിംഗ് മോഡ്, ബാറ്ററി പവർ ഇൻഡിക്കേറ്റർ എല്ലാം ഉണ്ട്. സിംഗിൾ ഫുൾ ചാർജിൽ 14 മാസവും പവർ സേവിംഗ് മോഡിൽ 36 മാസവും ചാർജ് നിൽക്കും. ഇതൊരു മെയ്ഡ് ഇൻ ജപ്പാൻ വാച്ചാണ്. സീരിയസ് ഡൈവിംഗിന് ഉപയോഗിക്കാൻ പറ്റിയൊരു മോഡലാണ്. ഇനി ഡൈവിംഗിന് പോകണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഡൈവിംഗ് വാച്ചുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മേടിക്കാൻ പറ്റിയൊരു നല്ല വാച്ചാണ്. കറുപ്പും പച്ചയും കൂടി കലർന്ന ഒരു ബോക്സിലാണ് ഇത് വരുന്നത്. തീർച്ചയായിട്ടും ഇതൊരു G-Shockലെ പ്രീമിയം കാറ്റഗറി വാച്ചാണ്. 59,995 രൂപയാണ് ഈ വാച്ചിന്റെ വില. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേട്ടാ.